Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ബേസൻ ലഡു എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മളൊരു പാനിൽ 1/4 കപ്പ് നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വരട്ടെ. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നെയ്യിൽ കിടന്ന് നമ്മുടെ കടലമാവ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റോസ്റ്റായി വരാറായിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നല്ലൊരു മണം വരും, റോസ്റ്റ് ആവുന്ന ഒരു മണം വരും. അപ്പം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറും കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. നമ്മുടെ വറുത്ത ബേസനിലേക്ക് നമുക്ക് ഇനി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മുടെ 1 കപ്പ് ബേസനിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് പഞ്ചസാര ഉരുകാൻ തുടങ്ങുമ്പോൾ ഇതിനൊരു ബൈൻഡിങ് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇളക്കുമ്പോൾ ഒരു ടൈറ്റ്നെസ് തോന്നും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നുവെച്ചാൽ പാനിൻ്റെ ചൂട് കാരണം പിന്നെ ബാക്കിയുള്ള ബൈൻഡിങ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുകയുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മളത് ചെയ്ത് ഗ്യാസ് ആ സമയത്ത് നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പഞ്ചസാരൊക്കെ ഉരുകി ഒരു വെറ്റ്നെസ്സൊക്കെ ഇതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരു പാനിൽ തന്നെ ഇടുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതായി കിട്ടും. ഇത് കാണാൻ ഇപ്പോൾ ഓരോരോ കട്ടകളായിട്ട് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ പഞ്ചസാര ഉരുകുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പാനിൻ്റെ ചൂട് കാരണം ചിലപ്പോൾ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയണം കേട്ടോ. പഞ്ചസാരൊക്കെ ഉരുകി വന്നപ്പോൾ കണ്ടോ നല്ല കട്ടയായിട്ട് വന്നത്. ആ ചൂടത്ത് നമ്മളിപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി ആ ചൂടത്ത് ഇരുന്നിട്ട് തന്നെ പഞ്ചസാര ഉരുകിയപ്പോൾ നല്ല കട്ടയായിട്ട് വന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഫുള്ളായിട്ട് ചൂടാറരുത്, ചെറിയൊരു വാം ആവണം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ചൊരു ചൂടുണ്ട്, എന്നാലും നമുക്ക് ഇത് ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഈ സമയത്തിന് ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോഴാണ് നല്ല ഷേപ്പ് നമുക്ക് കിട്ടാൻ പറ്റും. നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് പറ്റി കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ലഡുകൾ ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ഓരോ ലഡുകളും നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ബേസൻ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.